എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കഴിഞ്ഞ തവണത്തെ കണക്ക് ഒരു ചെറിയ ഒരു കാർട്ടൂൺ പരമ്പര അല്ലെങ്കിൽ ഒരു ആനിമേഷൻ പോലെ ഒരു തുടർ കാർട്ടൂണുകളാണ് നമ്മൾ ഇന്നത്തെ കാർട്ടൂണുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു സാധാരണ ജനങ്ങൾ ഈ വോട്ട് അഭ്യർത്ഥിച്ച് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരോട് ഒരു സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, എന്തായിരിക്കും അവർ പറയുന്നത് എന്നാണ് നമ്മൾ ഈ കാർട്ടൂണിനകത്തൂടെ വരച്ച് കാട്ടുന്നത്. നമുക്ക് ഈ ഇവർ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം LDF പിന്നെ പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വിളമ്പിത്തരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ചുറ്റും കാണുന്നത് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇലക്ഷൻ പ്രമാണിച്ചുണ്ടാക്കിയ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു, 12 പേർക്ക് അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു നേഴ്സിനോട് ഇവർ ചെയ്യുന്ന സ്ത്രീ സൗഹൃദ സമീപനം നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല മറുപടി കിട്ടിയിട്ടും അവരെ സർവീസിൽ പ്രവേശിപ്പിക്കാതായിട്ട് ഒരു വനിത കൂടിയായ ആരോഗ്യമന്ത്രി അവരുടെ ഹുങ്ക് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏത് രംഗത്താണ് ഇവർക്ക് ഒരു ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ട്, അത് കണക്കിൽപ്പെടാത്ത അക്കൗണ്ട് ED ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചുറ്റും നോക്കിയാൽ ഒരിടത്ത് ഇവർക്ക് മാന്യമായ തലയും മുണ്ടിട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വോട്ട് ചോദിക്കുന്നതിൻ്റെ കാര്യം പറയണ്ട. പക്ഷേ എന്നിട്ടും ഇവർ നാണമില്ലാതെ വോട്ട് ചോദിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സാധാരണക്കാരൻ എന്തായിരിക്കും ഇവരോട് ചോദിക്കുക? എന്തായിരിക്കും നമ്മൾ കാണുന്നത്? സാധാരണക്കാരൻ കാണുന്ന രാഷ്ട്രീയ ചിത്രം എന്തായിരിക്കും? ഇതാണ് നമ്മൾ ഈ ഒരു കാർട്ടൂൺ വീഡിയോയിൽ വരച്ചു കാട്ടുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം.